അങ്ങനെ ഇതാ ജാസ്മിനെ കുറിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും നിരത്തി നമ്മുടെ അഫ്സൽ അമീർ ലൈവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അഫ്സൽ ഒരുപാട് കാര്യങ്ങൾ ഈ ലൈവിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഒരുവിധം എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അഫ്സൽ പറയുന്നത് ഇങ്ങനെയാണ്, പോകുന്ന സമയത്ത് അവൾ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. പോകുന്ന സമയത്ത് വണ്ടിയിൽ കയറുന്ന സമയത്ത് എൻ്റെ കൈ പിടിച്ച് അവൾ എനിക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ട്, അഫ്സലിക്ക ഞാൻ നിങ്ങളുടേത് മാത്രമാണ്. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കഴിഞ്ഞ് ബിഗ് ബോസിൽ നിന്ന് വരുന്ന സമയത്ത് ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ആണ് വരിക, ഞാൻ നിങ്ങളുടേത് മാത്രമായിരിക്കും എന്നുള്ള പ്രോമിസ് വരെ വാക്ക് വരെ അവൾ എനിക്ക് തന്നിട്ടുണ്ട് എന്നും അഫ്സൽ പറയുന്നുണ്ട്. എന്തായാലും അഫ്സൽ അത്രയധികം വിഷമത്തോടു കൂടിയാണ് ഇങ്ങനെ ലൈവിൽ വന്ന് പറയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ അഫ്സൽ പറയുന്നത് ഇങ്ങനെയാണ്, എന്നോട് എങ്ങനെയൊക്കെയാണോ അവൾ പെരുമാറിയിരുന്നത്, എന്തൊക്കെ വാക്കുകളാണ് അവൾ തന്നിരുന്നത്, അതേ കോപ്പി പേസ്റ്റ് പോലെയാണ് അവിടെ ഹൗസിൽ ഗെയിം എന്ന പേരിൽ അവൾ അവിടെയും അഭിനയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജാസ്മിൻ എല്ലാവരുടെ അടുത്തും ഇവിടെ അഫ്സലിന്റെ അടുത്ത് അത് പെരുമാറിയെന്ന് അതുപോലെ തന്നെയാണ് ഗബ്രിയുടെ അടുത്തും പെരുമാറിയത് എന്നാണ് അഫ്സൽ പറയുന്നത്. പിന്നെ അഫ്സൽ പറയുന്നുണ്ട്, ഞാൻ ക്ഷമിക്കുന്നതിലും ഞാൻ സഹിക്കുന്നതിന്റെ പരമാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനെ ലൈവിൽ വരുന്നത്. എന്തായാലും ഇപ്പൊ യൂട്യൂബിൽ മുഴുവനും ഈ ചർച്ചാ വിഷയമാണ്. ഏകദേശം അരമണിക്കൂറിൽ കൂടുതലുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ലൈവിൽ ഇപ്പൊ അഫ്സൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്.